നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈനിങ്ങിന്റെ പ്രൗഢി ഗായത്രി ഡിസൈൻസ്. Ladies wear, gents wear and kids wear in all categories. Gayatri Designs Wedding Center, Kattapana, Todupuzha. ഇടുക്കിയിൽ 2 സീറ്റുകളിൽ വീതം CPM-ഉം കേരള കോൺഗ്രസും മത്സരിക്കാൻ ധാരണ. പീരുമേട് CPI-ക്ക് തന്നെ. ഉടുമ്പൻചോലയിൽ MM മണി വീണ്ടും മത്സരിക്കും. രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ധനവിലയിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതിയുടെ വാഹന പണിമുടക്ക് നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയുള്ള പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് BMS ഒഴികെ എല്ലാ ട്രേഡ് യൂണിയനുകളും ചേർന്ന്. സംസ്ഥാനത്ത് 60 വയസ്സ് കഴിഞ്ഞവർക്ക് കോവിഡ് വാക്സിൻ നൽകുന്നതിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. സംസ്ഥാനത്തെ വിവിധ സർക്കാർ ആശുപത്രികൾക്ക് പുറമെ തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും വാക്സിൻ എടുക്കാൻ സൗകര്യം. ജില്ലയിൽ 35 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. പുലിഭീതിയിൽ അയ്യപ്പൻകോവിൽ മേരികുളം ഡോർലാൻഡ് നിവാസികൾ. കഴിഞ്ഞ ദിവസം രാത്രിയിലും ഈ മേഖലയിൽ പുലി ഇറങ്ങി. പ്രദേശത്ത് ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കിയിൽ 2 സീറ്റുകളിൽ വീതം CPM-ഉം കേരള കോൺഗ്രസും മത്സരിക്കാൻ ധാരണ. പീരുമേട് CPI-ക്ക് തന്നെയാണ്. ഉടുമ്പൻചോലയിൽ MM മണി വീണ്ടും മത്സരിക്കും. ഇടുക്കി ജില്ലയിൽ LDF സീറ്റ് ധാരണയിലെത്തി. ദേവികുളം ഉടുമ്പൻചോല സീറ്റുകളിൽ CPM-ഉം പീരുമേട്ടിൽ CPI-യും മത്സരിക്കും. കേരള കോൺഗ്രസ് എമ്മിന് ഇടുക്കിക്ക് പുറമെ തൊടുപുഴയും നൽകും. നിലവിൽ ഇടുക്കിയിലെ 5 സീറ്റുകളിൽ 4 CPM-ഉം 1 CPI-യുമാണ് മത്സരിച്ചു വന്നിരുന്നത്. കേരള കോൺഗ്രസിന് 2 സീറ്റ് ലഭിക്കുന്നതോടെ ജില്ലയിൽ LDF-ലെ 2ാം സ്ഥാനം CPI-ക്ക് നഷ്ടമായി. ഉടുമ്പൻചോലയിൽ MM മണി തന്നെ വീണ്ടും മത്സരിക്കും. ദേവികുളത്ത് S രാജേന്ദ്രന് ഒരു അവസരം കൂടി കിട്ടാൻ സാധ്യതയില്ല. S ഈശ്വരൻ, A രാജ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിൽ. CPM സംസ്ഥാന കമ്മിറ്റി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ തന്നെ വീണ്ടും മത്സരിക്കും. പീരുമേട്ടിൽ ES ബിജിമോൾക്ക് പകരം പുതുമുഖം എത്താനാണ് സാധ്യത. തൊടുപുഴയിൽ കേരള കോൺഗ്രസിലെ KI ആന്റണിക്കാണ് പ്രഥമ പരിഗണന. 2016 നിയമസഭയിലേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥികൾ ഇത്തവണ വീണ്ടും ഏറ്റുമുട്ടുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ഇടുക്കി മണ്ഡലം. UDF-ന്റെ ഭാഗമായി മണ്ഡലത്തിൽ നിന്നും ജയിച്ച റോഷി അഗസ്റ്റിൻ ഇത്തവണ LDF സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. LDF-ന് വേണ്ടി കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ട ഫ്രാൻസിസ് ജോർജാണ് ഇത്തവണ UDF സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ ത്രികോണ മത്സരമാണ് ഉണ്ടായത്. UDF സ്ഥാനാർത്ഥിയായി റോഷി അഗസ്റ്റിൻ MLA-യും LDF സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജും NDA സ്ഥാനാർത്ഥിയായി ബിജു ബാധവനുമാണ് മത്സരിച്ചത്. 9333 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ റോഷി അഗസ്റ്റിൻ വിജയിക്കുകയായിരുന്നു. ഇക്കുറി വലിയ രാഷ്ട്രീയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. വിവിധ പാർട്ടികൾ മുന്നണികൾ വിട്ടതും കേരള കോൺഗ്രസ് പിളർന്നതുമെല്ലാം ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നിർണായകമായി ബാധിക്കും. വലതിനോട് ചായ്വുള്ള ഇടുക്കി മണ്ഡലത്തിൽ ഇക്കുറി കേരള കോൺഗ്രസ് ജോസ് വിഭാഗം LDF-നൊപ്പം ചേർന്നത് UDF-ന് വെല്ലുവിളിയാകും. 2016 ജനാധിപത്യ കേരള കോൺഗ്രസിലൂടെ LDF സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് ജോർജ് പിന്നീട് UDF-ലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനൊപ്പം ചേർന്നു. MLA റോഷി അഗസ്റ്റിൻ കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റത്തോടെ ഇടതുപക്ഷത്തുമെത്തി. UDF അനുഭാവമുള്ള മണ്ഡലത്തിൽ 2001 മുതൽ തുടർച്ചയായ 4 തിരഞ്ഞെടുപ്പുകളിലും വിജയിച്ച റോഷി അഗസ്റ്റിൻ മുന്നണി മാറ്റത്തിന് ശേഷമുള്ള ആദ്യ അംഗത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു. മുന്നണി മാറ്റം തെരഞ്ഞെടുപ്പിൽ യാതൊരു വിധത്തിലും തിരിച്ചടിയാകില്ലെന്നാണ് റോഷിയുടെ വാദം. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്താനായിട്ട് സാധിച്ചു. എല്ലാ സ്കൂളുകൾക്കും ആവശ്യമായ കെട്ടിട നിർമ്മാണങ്ങൾ പൂർത്തിയാക്കി. കട്ടപ്പന ഗവൺമെൻറ് കോളേജ് എത്രയോ വലിയ വികസന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രൈബൽ സ്കൂള്, അങ്ങനെ നിരവധിയായിട്ടുള്ള മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് നമ്മുടെ സമൂഹത്തിലുണ്ടായിട്ടുള്ളത്. വിവിധ റോഡുകളും അനുബന്ധ സൗകര്യങ്ങളും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും അക്കാര്യത്തിൽ കാണിച്ചിട്ടുള്ള വലിയ മാറ്റങ്ങളാണ് ദൃശ്യമാകുന്നത്. ഫ്രാൻസിസ് ജോർജിന് വേണ്ടി മൂവാറ്റുപുഴ സീറ്റ് ആവശ്യപ്പെടാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ആലോചനയുണ്ട്. ആവശ്യം UDF അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ ഇടുക്കിയിൽ തന്നെയാകും ഫ്രാൻസിസ് ജോർജ് മത്സരിക്കുക. അതേസമയം കോൺഗ്രസും ഇടുക്കി സീറ്റിനായി രംഗത്തുണ്ട്. എന്നാൽ ജോസഫ് വിഭാഗം സീറ്റ് വിട്ടു നൽകാനുള്ള സാധ്യത കുറവാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുമെന്നാണ് UDF പറയുന്നത്. ഇടുക്കി ജില്ലയിലെ 5 നിയോജകമണ്ഡലവും ഉറപ്പായും UDF പിടിച്ചെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ 20 വർഷക്കാലമായി ഇടുക്കി നിയോജകമണ്ഡലം ഐക്യജനാധിപത്യ മുന്നണിയുടെ MLA ആണ് പ്രതിനിധാനം ചെയ്തിരുന്നത്. ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണിയുടെ MLA ആയി നിലനിന്നിരുന്ന
ശ്രീ റോഷി അഗസ്റ്റിൻ ഇടതുപക്ഷ മുന്നണി ചേക്കേറുകയും ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിയായി വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു തർക്കവുമില്ല, UDF അതിൻ്റെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇടുക്കി നിയോജകമണ്ഡലം നിലനിർത്താൻ പോവുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് NDAയും. കഴിഞ്ഞ തവണ BDJA സ്ഥാനാർത്ഥിയായിരുന്നു മത്സര രംഗത്തുണ്ടായിരുന്നത്. ഇത്തവണ താമര ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി എത്തുമെന്നാണ് വിലയിരുത്തൽ. ഇടുക്കി നിയോജകമണ്ഡലത്തിൽ NDA അല്ലെങ്കിൽ BJPയെ സംബന്ധിച്ച് ഏറെ അനുകൂലമായൊരു നിലപാടുകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വളരെ നല്ല മുൻകാലങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും BJPക്ക് അനുകൂലമായി കാണുവാൻ കഴിയുന്നത്. കേന്ദ്രഭരണത്തിൻ്റെ ഒരു അനുകൂല തരംഗം, അതോടൊപ്പം തന്നെ ഇവിടെ കേരള സർക്കാർ സ്വീകരിച്ചിട്ടുള്ള ജനവിരുദ്ധ നിലപാടുകൾ, അഴിമതി, സ്വജനപക്ഷപാതം, ബന്ധുനിയമനം, അങ്ങനെ ഒട്ടനവധി ഘടകങ്ങൾ BJPക്ക് അനുകൂലമായിട്ട് വരുന്നു. UDFൽ സീറ്റ് വെച്ചുമാറ്റങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇത്തവണയും റോഷി അഗസ്റ്റിൻ ഫ്രാൻസിസ് ജോർജ് മത്സരത്തിന് തന്നെയാകും ഇടുക്കി സാക്ഷ്യം വഹിക്കുക. എന്നാൽ നേതാക്കളുടെയും മുന്നണി മാറ്റത്തിനൊപ്പം ജനങ്ങളും മാറുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ധനവിലയിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതിയുടെ വാഹന പണിമുടക്ക് നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് പണിമുടക്ക്. BMS ഒഴികെ എല്ലാ ട്രേഡ് യൂണിയനുകളും ചേർന്നാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. BMS ഒഴികെയുള്ള സംയുക്ത ട്രേഡ് യൂണിയനുകളാണ് മാർച്ച് 2-ന് രാജ്യവ്യാപകമായി പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ബസ്, ലോറി ഡ്രൈവർമാർ, ഓട്ടോ ടാക്സി തൊഴിലാളികളടക്കം ഒട്ടേറെ മേഖലയിലെ തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് ട്രേഡ് യൂണിയൻ നേതാക്കൾ അറിയിച്ചു. ഈ വാഹന പണിമുടക്കിൽ മുഴുവൻ ആളുകളുടെയും സാന്നിധ്യ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നാളെ പണിമുടക്കുന്ന തൊഴിലാളികൾ രാവിലെ 8:30 മണിക്ക് ഗാന്ധി സ്ക്വയറിലെത്തി അവിടെ നിന്ന് പ്രകടനമായി ടൗൺ ചുറ്റി അതിനുശേഷം പൊതുസമ്മേളനം നടത്തപ്പെടുകയാണ്. ഐക്യ ട്രേഡ് യൂണിയൻ്റെ നേതാക്കളെല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഈ സമരം വിജയിപ്പിക്കുവാൻ മുഴുവൻ തൊഴിലാളികളും ഒരുമിച്ച് ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ സമരം ജനങ്ങളോടുള്ള വെല്ലുവിളിയല്ല, നേരെ മറിച്ച് ജനങ്ങളോട് കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന വെല്ലുവിളിയെ ചെറുക്കുന്നതിന് വേണ്ടി നാം ഒരുമിച്ച് നിന്ന് പോരാടേണ്ടതുണ്ട്. സംസ്ഥാനത്ത് മോട്ടോർ വാഹന മേഖലയിലെ ട്രേഡ് യൂണിയനുകളും തൊഴിലുടമകളും പ്രഖ്യാപിച്ച പണിമുടക്കിനെ തുടർന്ന് ചൊവ്വാഴ്ചത്തെ SSLC ഹയർ സെക്കൻഡറി മോഡൽ പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട്. 8-ാം തീയതിയിലേക്കാണ് പരീക്ഷകൾ മാറ്റിയിരിക്കുന്നത്. മറ്റു തീയതികളിലെ പരീക്ഷകൾക്ക് മാറ്റമില്ല. പെട്രോൾ, ഡീസൽ വില ദിനംപ്രതി കുതിച്ചുയരാനിടയാക്കുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തണമെന്നാവശ്യപ്പെട്ട സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്തിരിക്കുന്ന വാഹന പണിമുടക്ക് രാവിലെ 6 മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. ഇടുക്കി ജില്ലയിൽ 35 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. 40 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സംസ്ഥാനത്ത് 1938 പേർക്കാണ് പുതിയതായി രോഗം ബാധിച്ചത്. ഇടുക്കിയിൽ 35 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 32 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 2 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. ഒരു ആരോഗ്യ പ്രവർത്തകനും രോഗം സ്ഥിരീകരിച്ചു. 40 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 1202 പേരാണ് ജില്ലയിൽ ചികിത്സയിൽ തുടരുന്നത്. സംസ്ഥാനത്ത് 1938 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കോഴിക്കോട് 380 പേർക്കും മലപ്പുറം, എറണാകുളം ജില്ലകളിൽ 200-ന് മുകളിൽ ആളുകൾക്കും, കണ്ണൂർ, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, തൃശൂർ, കോട്ടയം ജില്ലകളിൽ 100-ന് മുകളിൽ ആളുകൾക്കും രോഗബാധയുണ്ടായി. കാസർഗോഡ് 71, പത്തനംതിട്ട 62, പാലക്കാട് 56 എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 56 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 1743 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 124 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 3475 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 47,868 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 10,08,972 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. സംസ്ഥാനത്ത് 60 വയസ്സ് കഴിഞ്ഞവർക്ക് കോവിഡ് വാക്സിൻ നൽകുന്നതിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ പൗരന്മാർക്കും 45-നും 59-നും ഇടയിൽ പ്രായമുള്ള മറ്റ് രോഗബാധിതർക്കുമാണ് രജിസ്ട്രേഷൻ അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ സർക്കാർ ആശുപത്രികൾക്ക് പുറമെ തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും വാക്സിൻ എടുക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സർക്കാർ ആശുപത്രികളിൽ വാക്സിനേഷൻ സൗജന്യമാണ്. ഇപ്പോൾ പൊതുജനങ്ങൾക്ക് നേരിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്.
കോവിൻ പോർട്ടൽ വഴിയും ആരോഗ്യ സേതു ആപ്പ് വഴിയും പൊതുജനങ്ങൾക്ക് കോവിഡ് വാക്സിനേഷനായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ സമയത്ത് ഗുണഭോക്താവിന്റെ ഫോട്ടോ, ID കാർഡിലുള്ള അടിസ്ഥാന വിവരങ്ങൾ നൽകണം. രജിസ്ട്രേഷന് മുമ്പായി മൊബൈൽ നമ്പറിന്റെ കൃത്യത ഉറപ്പാക്കുന്നതിന് OTP പരിശോധന നടത്തും. രജിസ്ട്രേഷൻ സമയത്ത് കോവിഡ് വാക്സിനേഷൻ സെന്ററുകളുടെ പട്ടികയും ഒഴിഞ്ഞ സ്ലോട്ടുകൾ ലഭ്യമാകുന്ന തീയതിയും കാണാനാകും. അതനുസരിച്ച് ലഭ്യമായ സ്ലോട്ടുകൾ അടിസ്ഥാനമാക്കി ബുക്ക് ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷന് ശേഷം ആ വ്യക്തിക്കായി ഒരു അക്കൗണ്ട് സൃഷ്ടിക്കപ്പെടും. ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒരു വ്യക്തിക്ക് പരമാവധി 4 ഗുണഭോക്താക്കളെ രജിസ്റ്റർ ചെയ്യാൻ കഴിയും. അതേസമയം ഓരോ ഗുണഭോക്താവിന്റെയും ID കാർഡ് നമ്പർ വ്യത്യസ്തമായിരിക്കണം. വാക്സിനേഷൻ നടക്കുന്നതുവരെ രജിസ്ട്രേഷന്റെയും അപ്പോയിന്റ്മെന്റിന്റെയും രേഖകൾ എഡിറ്റ് ചെയ്യാനോ ഇല്ലാതാക്കാനോ കഴിയും. ഗുണഭോക്താവിന്റെ പ്രായം 45 മുതൽ 59 വയസ്സ് വരെയാണെങ്കിൽ രോഗമുണ്ടോ എന്ന് സ്ഥിരീകരിക്കണം. രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ സ്ലിപ്പ് അല്ലെങ്കിൽ ടോക്കൺ ലഭിക്കും. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. യഥാസമയം ഗുണഭോക്താവിന് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ സ്ഥിരീകരണ SMS-ഉം ലഭിക്കും. ഓപ്പൺ സ്ലോട്ടുകളുടെ വിശദാംശങ്ങളും കോവിനിൽ പ്രസിദ്ധീകരിക്കും. ഗുണഭോക്താവിന് അവരുടെ മുൻഗണനയും സൗകര്യവും നോക്കി എപ്പോൾ വേണമെങ്കിലും എവിടെയും ലഭ്യതയ്ക്കനുസരിച്ച് ഒരു സ്ലോട്ട് തിരഞ്ഞെടുക്കാനും ബുക്ക് ചെയ്യാനും കഴിയും. ആദ്യ ഡോസ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ 2ാം ഡോസിനുള്ള തീയതി ലഭ്യമാകും. വാക്സിൻ എടുക്കാനായി വാക്സിനേഷൻ കേന്ദ്രത്തിൽ പോകുമ്പോൾ ആധാർ കാർഡ് കയ്യിൽ കരുതണം. 45 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ളവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്ത മെഡിക്കൽ പ്രാക്ടീഷണർ ഒപ്പിട്ട കോമോർബിഡിറ്റി സർട്ടിഫിക്കറ്റ് വാക്സിനേഷൻ കേന്ദ്രത്തിൽ സമർപ്പിക്കേണ്ടതാണ്. പുലിഭീതിയിൽ അയ്യപ്പൻകോവിൽ മേരികുളം ഡോർലാൻഡ് നിവാസികൾ. കഴിഞ്ഞ ദിവസം രാത്രിയിലും ഈ മേഖലയിൽ പുലി ഇറങ്ങി. ഇതോടെ പ്രദേശത്ത് ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. അയ്യപ്പൻകോവിൽ ഡോർലാൻഡിലെ ജനവാസ മേഖലയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പുലി ഇറങ്ങിയത്. ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണ് രാത്രി 10 മണിയോടെ പുലിയെ കണ്ടത്. ഇവർ താമസിക്കുന്നതിന് സമീപം പോത്തിൻകിടാങ്ങളെ വളർത്തുന്ന ഫാമിന് സമീപമാണ് പുലിയെ കണ്ടത്. ആളനക്കമുണ്ടായതോടെ പുലി ഏലക്കാട്ടിലേക്ക് മറഞ്ഞു. വിവരമറിഞ്ഞ നാട്ടുകാരും കാഞ്ചിയാറ്റിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല. മുറ്റത്തും പരിസരങ്ങളിലും പുലിയുടെ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും 1/2 കിലോമീറ്റർ അകലെ നിരപ്പൽക്കട തുണ്ടത്തിൽ അനീഷിന്റെ ഏലത്തോട്ടത്തിലും കഴിഞ്ഞ ഓഗസ്റ്റിൽ പൂവന്തിക്കുടി ആദിവാസി സെറ്റിൽമെന്റിലും പുലി ഇറങ്ങിയിരുന്നു. 3 ഇടങ്ങളിലും കണ്ടത് ഒരു പുലിയെ തന്നെയാണോ എന്നും സംശയമുണ്ട്. ഈ തൊട്ടടുത്ത ഇടപ്പൂക്കുളം പാലത്തിന്റെ ആ ഭാഗത്തു നിന്ന് പുലി അതിലൂടെ കടന്നു പോവുകയും തുണ്ടത്തിക്കാരുടെ കാട്ടിൽ കൂടെ കയറി അങ്ങനെ 6 ഏക്കർ വഴി ചുറ്റിക്കറങ്ങി ഡോർലാൻഡ് വഴിക്ക് ഇതിങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ട് മനുഷ്യനെ പേടിച്ച് ആകപ്പാടെ ഓടിക്കൊണ്ടും നാട്ടുകാരുടെ ഇടയിലൂടെ വളരെ ഭീതി പരത്തുന്ന ഒരു ഏർപ്പാടാണ്. ആയതുകൊണ്ട് ഈ നടപടി എത്രയും വേഗം വല്ല ക്യാമറ പിടിപ്പിക്കുകയോ സർക്കാരിൽ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കി തരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സമീപകാലത്ത് ചിന്നസുൽത്താനിയ, ചെങ്കര എന്നിവിടങ്ങളിലും പുലിയെ കണ്ടിരുന്നു. തേക്കടി വനമേഖലയുമായി അടുത്തു കിടക്കുന്ന ചെകുത്താൻമല, ഏലമലക്കാടുകളുടെ ഭാഗമാണ് ഈ പ്രദേശങ്ങൾ. ഏലക്കാടുകളിൽ പകൽ സമയത്ത് സ്ത്രീകൾ ഉൾപ്പെടെ 100 കണക്കിന് തൊഴിലാളികൾ തൊഴിലെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും രാത്രി പുലിയെ കണ്ടതോടെ ഇവരും ഭീതിയിലാണ്. അടുത്ത പ്രദേശങ്ങളിൽ പുലിയുടെ സാന്നിധ്യം കണ്ടതിനാൽ മേഖലയിൽ ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ്. 12,000 കോടിയുടെ ഇടുക്കി പാക്കേജ് തോട്ടം മേഖലയ്ക്ക് ഏറെ ഗുണകരമാണെന്ന് കേരള പ്ലാന്റേഷൻ ലേബർ ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PS രാജൻ. പ്രതിസന്ധിയിലായ തോട്ടം മേഖലയ്ക്കും ദുരിതത്തിലായ തോട്ടം തൊഴിലാളികൾക്കും സംരക്ഷണവും ആശ്വാസവും നൽകുന്ന പദ്ധതികളാണ് പാക്കേജിലുള്ളതെന്നും PS രാജൻ പറഞ്ഞു. തോട്ടങ്ങളുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താതെ തന്നെ ഫലവൃക്ഷ കൃഷിയും പ്ലാന്റേഷൻ ടൂറിസവുമെല്ലാം പ്രഖ്യാപനത്തിലുണ്ട്. തൊടുപുഴ മുട്ടത്ത് 250 ഏക്കറിൽ ഈ വർഷം നിർമ്മാണം ആരംഭിക്കുന്ന സ്പൈസസ് പാർക്ക്, സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് തറവില എന്ന പ്രഖ്യാപനം, ബ്രാൻഡിംഗിനായി ജില്ലയ്ക്ക് കാർബൺ ന്യൂട്രൽ പദവി നേടുന്നതിനുള്ള പ്രത്യേക പദ്ധതി, സഹകരണ രംഗത്തെ തേയില ഫാക്ടറികളുടെ നവീകരണത്തിനായി 20 കോടിയുടെ പദ്ധതി, കാപ്പി സംസ്കരിക്കുന്നതിനുള്ള ബ്രാൻഡ് ചെയ്ത പ്രൊഡ്യൂസർ കമ്പനികൾ, ലയങ്ങളിൽ താമസിച്ച് പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വാസയോഗ്യമായ വീട് വെച്ച് നൽകുമെന്ന പ്രഖ്യാപനം എന്നിവയെല്ലാം തോട്ടം തൊഴിലാളികൾക്ക് സംരക്ഷണവും ആശ്വാസവും നൽകുന്ന പദ്ധതികളാണെന്ന് PS രാജൻ പറഞ്ഞു. തോട്ടം തൊഴിലാളി എന്ന ഒറ്റ മാനദണ്ഡം വെച്ചുകൊണ്ട് ഭൂരഹിത, ഭവനരഹിത തോട്ടം തൊഴിലാളികൾക്ക് മുഴുവൻ ഇടുക്കി ജില്ലയിൽ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. തോട്ടങ്ങളിൽ താമസിച്ച് പണിയെടുക്കുന്ന തൊഴിലാളികൾ ലയങ്ങളിലാണ് താമസിക്കുന്നത്. ആ ലയങ്ങളെന്നുള്ള പേര് മാറ്റി വർക്കേഴ്സ് ക്വാർട്ടേഴ്സ് എന്നുള്ള നിലയിൽ മാനേജ്മെൻറ്റിൻ്റെ കൂടി സഹകരണത്തോടുകൂടി ഗവൺമെൻറ്റും കൂടി പണം മുടക്കിക്കൊണ്ട് വാസയോഗ്യമായ വീടുകൾ തോട്ടം തൊഴിലാളിക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. താമസിച്ച് തോട്ടങ്ങളിൽ പോയി പണിയെടുക്കാൻ. ആ വീടുകൾ അവരുടെ സ്വന്തമല്ല. അവർ ഗ്രാറ്റുവിറ്റി എടുത്തു കഴിയുമ്പോൾ അവർക്ക് സ്വന്തമായി വീട് വേണം. അതിന് ലൈവ് പദ്ധതി വഴി അർഹരായ മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാനുള്ള പദ്ധതിയാണ്. അപ്പോൾ 2 തരത്തിലുള്ള തോട്ടം തൊഴിലാളികളുടെ പെൻഷൻ പ്രായം 60 വയസ്സായി വർദ്ധിപ്പിച്ച് ഉത്തരവിറക്കി.
മരണമടയുന്ന തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് സർക്കാർ 10,000 രൂപ വീതം സഹായം നൽകിയിരുന്നു. ഇത് 1 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ച് സർക്കാർ ഉത്തരവായിട്ടുണ്ട്. തൊഴിലാളികൾക്ക് അനുഗ്രഹമായിട്ടുള്ള ഈ തീരുമാനങ്ങളെ കേരള പ്ലാന്റേഷൻ ലേബർ ഫെഡറേഷൻ CITU സ്വാഗതം ചെയ്യുന്നതായും ജനറൽ സെക്രട്ടറി PS രാജൻ പറഞ്ഞു. സംസ്ഥാനത്ത് ആദ്യമായി ജനവാസ മേഖലയിലെ വന്യമൃഗശല്യം തടയുന്നതിന് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി തയ്യാറാക്കി. 54 ലക്ഷം രൂപയാണ് ജനവാസ മേഖലയിൽ വന്യമൃഗശല്യം തടയുക എന്ന ലക്ഷ്യം മുൻനിർത്തി ഫെൻസിംഗും ട്രെഞ്ചും നിർമ്മിക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തിയിരിക്കുന്നത്. ഇടതുമുന്നണി സർക്കാർ തോട്ടം തൊഴിലാളികൾക്ക് അനുവദിച്ച കുറ്റിയാർ വാലിയിലെ 10 സെന്റ് ഭൂമിയിലാണ് ആദ്യ ഘട്ടമെന്ന നിലയിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. വന്യമൃഗങ്ങൾ കയറാതിരിക്കാൻ ട്രഞ്ചും ഫെൻസിംഗും നിർമ്മിക്കുന്നതിന് 54 ലക്ഷം രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ரெடி பண்ணியிருக்கு. அது மட்டுமல்ல நமக்கு அங்கன்வாடி, ஹெல்த் சென்டரு, போஸ்ட் ஆஃபீஸு, நமக்கு அடிப்படை தேவையான இது என்னென்ன இருக்கோ அத்தனையும் நாங்கள் செய்கிறதுக்கு நம்ம ஏற்பாடு செய்துக்கிட்டு இருக்கோம். பூமியை தரிசு பூமியெல்லாம் எடுத்து விவசாயம் செய்கிறதுக்குள்ள ஒரு ஏற்பாடு செஞ்சுருக்கு. அதே NRG மூலியமாக நமக்கு எல்லா காரியமும் செஞ்சு கொடுக்கறதுக்குள்ள ஏற்பாடு பண்ணியிருக்காங்க. അതോടൊപ്പം മേഖലയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുവാൻ ചെക്ക് ഡാം നിർമ്മിക്കുന്നുണ്ട്. അടിസ്ഥാന വികസനത്തിന്റെ ഭാഗമായി റോഡ്, തെരുവ് വിളക്കുകൾ എന്നിവയ്ക്കായും പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളതായും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദറാണി പറഞ്ഞു. വൈദ്യുതി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഇരട്ടയാർ ഡാമും പരിസരവും വിനോദസഞ്ചാര മേഖലയ്ക്കായി പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യം ഉയരുന്നു. അണക്കെട്ടും പരിസരവും മോടി പിടിപ്പിക്കുകയും പെഡൽ ബോട്ട് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്താൽ പ്രാദേശിക വികസനത്തിന് വലിയ മുതൽക്കൂട്ടാവുമെന്ന അഭിപ്രായമാണ് ഉയരുന്നത്. ഹൈറേഞ്ചിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായ കട്ടപ്പനയിൽ നിന്നും 6 കിലോമീറ്റർ ദൂരമാണ് ഇരട്ടയാർ ഡാം സൈറ്റിലേക്കുള്ളത്. നെടുങ്കണ്ടം മേഖലയിലെ മലഞ്ചെരുവുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന തോവാളയാറും ശാന്തിഗ്രാമാറും സംഗമിക്കുന്ന സ്ഥലമാണ് ഇരട്ടയാർ. വർഷകാലത്ത് ഈ പുഴകളിൽ കൂടി ഒഴുകിയെത്തുന്ന അധിക ജലം പാഴാകാതെ ഇടുക്കി ജലസംഭരണിയിലേക്ക് എത്തിക്കുന്നതിനായി വൈദ്യുത വകുപ്പ് നിർമ്മിച്ച ചെറിയൊരു അണക്കെട്ടാണ് ഇരട്ടയാർ ഡാം. വളരെ മനോഹരമായ പ്രകൃതി ഭംഗി ഉൾക്കൊള്ളുന്നതാണ് ഈ ഡാമും പരിസരവും. ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾ മിക്കവാറും വഴിയോരത്ത് വിശ്രമിക്കുകയും പ്രകൃതി ഭംഗി ആസ്വദിക്കുകയും ചെയ്യുന്ന പതിവുണ്ട്. ഞങ്ങൾ ഈ കട്ടപ്പനയ്ക്കൊക്കെ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങാറുണ്ട്, വിശ്രമിക്കാറുണ്ട്. ഈ പ്രദേശം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, വളരെയധികം ഭംഗിയുള്ളൊരു പ്രദേശമാണ്. ഡാമും വെള്ളവും ഇവിടെ ബോട്ടിംഗ് സൗകര്യങ്ങളോ ടൂറിസത്തിന് പറ്റിയ സ്ഥലമാണ്. ബോട്ടിംഗ് സൗകര്യങ്ങളൊക്കെ ഒരുക്കുകയാണെങ്കിൽ ഈ നാട്ടുകാർക്കും എല്ലാവർക്കും വളരെ പ്രയോജനമുള്ളതാണ്. അപകട ഭീഷണി ഒട്ടും തന്നെയില്ലാത്ത ഇരട്ടയാർ ജലാശയത്തിൽ ബോട്ടിംഗ് ആരംഭിച്ചാൽ ഹൈറേഞ്ചിൽ കുറഞ്ഞ മുതൽ മുടക്കിൽ പുതിയൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടി തുറക്കാനാകും. ഇരട്ടയാർ പഞ്ചായത്തിന് പുറമെ നെടുങ്കണ്ടം, കൊന്നത്തടി, വാത്തിക്കുടി, മരിയാപുരം, കാമാക്ഷി പഞ്ചായത്തുകളിലെയും കട്ടപ്പന നഗരസഭയിലെയും പ്രദേശത്തെ ജനങ്ങൾ ഏറെയും യാത്ര ചെയ്യുന്നത് ഇരട്ടയാർ ജലാശയത്തിന്റെ സമീപത്തു കൂടിയാണ്. വൈദ്യുതി വകുപ്പും ജില്ലാ ഭരണകൂടവും തയ്യാറായാൽ ഇരട്ടയാർ ഡാമും പരിസരവും പ്രാദേശിക വികസനത്തിനൊപ്പം വിനോദസഞ്ചാര മേഖലയ്ക്കും ഏറെ പ്രയോജനകരമാകുമെന്നാണ് പ്രതീക്ഷ. ഇരട്ടയാർ ശാന്തിഗ്രാം നാലുമുക്ക് റോഡിൽ മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ റോഡിന് കുറുകെ വീണ മരം വെട്ടിമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഉച്ചയോടെയാണ് ഇരട്ടയാർ ശാന്തിഗ്രാമിന് സമീപം റോഡരികിൽ നിന്ന് റബ്ബർ മരം ഒടിഞ്ഞ് റോഡിന് കുറുകെ വീണത്. ഇതോടെ ഇരട്ടയാർ തങ്കമണി റോഡിലൂടെയുള്ള വാഹന ഗതാഗതം സ്തംഭിച്ചു. തുടർന്ന് നാട്ടുകാരുടെയും കട്ടപ്പന ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ റോഡിൽ വീണ മരം മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഏകദേശം 3/4 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. മരം വീണതിനെ തുടർന്ന് റോഡിന് സമീപത്തുകൂടി കടന്നുപോകുന്ന വൈദ്യുതി ലൈനുകൾക്കും പോസ്റ്റുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. KECB അധികൃതർ സ്ഥലത്തെത്തി അറ്റകുറ്റപ്പണികൾ നടത്തി. സമാന രീതിയിൽ ഇവിടെ റോഡിന്റെ വശങ്ങളിൽ മരങ്ങൾ റോഡിലേക്ക് വീടാറായി നിൽക്കുന്നുണ്ട്. ഇവ വെട്ടിമാറ്റാൻ വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന ആവശ്യം ഉയരുകയാണ്. ജില്ലാ ആസ്ഥാനമായ പൈനാവിലെ 4 പതിറ്റാണ്ടിലധികം പഴക്കമുള്ള പൂർണിമ ഹാളും മൈതാനവും ദുരന്ത നിവാരണ സേനയുടെ ആസ്ഥാന മന്ദിരത്തിനായി വിട്ടുകൊടുത്ത സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. ചില ഉദ്യോഗസ്ഥരുടെ മാത്രം താൽപര്യമാണ് ഇതിന് പിന്നിലെന്നാണ് യുവജന സംഘടനകളുടെ ആരോപണം. ഏക്കർ കണക്കിന് സർക്കാർ സ്ഥലം സമീപത്തു തന്നെ കാടുകയറി കിടക്കുമ്പോഴും പ്രദേശത്തെ യുവാക്കൾ കായിക പരിശീലനം നടത്തുന്ന പൂർണിമ ഹാളും മൈതാനവും ദുരന്ത നിവാരണ സേനയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തത് ചില ഉദ്യോഗസ്ഥരുടെ മാത്രം താൽപര്യമാണെന്ന് പ്രദേശത്തെ യുവജന സംഘടനാ പ്രതിനിധികൾ ആരോപിച്ചു. ജില്ലാ ആസ്ഥാനത്ത് റവന്യൂ വകുപ്പിനും PWDക്കും അതോടൊപ്പം ജില്ലാ പഞ്ചായത്തിനും നിലവിലുള്ളത്. യാതൊരു നിർമ്മാണ പ്രവർത്തനവും നടത്താതെ കാട് കയറി നശിച്ച നിലയിലാണ് ഈ ഭൂമിയെല്ലാം. PWDക്ക് 100 കണക്കിന് ക്വാർട്ടേഴ്സുകളുണ്ട് ജില്ലാ ആസ്ഥാനത്ത് തന്നെ. അതിലൊന്നും ആൾതാമസവും ഇല്ലാത്തതാണ്. അതെല്ലാം മറ്റ് കാട് കയറിയും ഇഴജന്തുക്കളൊക്കെ ആയിട്ട് തന്നെ കിടക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം മറികടന്നുകൊണ്ട് ആ ഒരു സ്ഥലത്തും നിർമ്മിക്കാതെ
നൂറുകണക്കിന് ചെറുപ്പക്കാര് കായിക ആവശ്യത്തിനായിട്ട് 4 പതിറ്റാണ്ടായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ജില്ലാ ആസ്ഥാനത്തെ ഏക ഒരു സ്റ്റേഡിയം. ഇത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിന് പരാതി നൽകിയിട്ടുണ്ടെന്നും അനുകൂല നിലപാടുകൾ ഉണ്ടായില്ലെങ്കിൽ നിയമ പോരാട്ടം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്നും ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളായ ആൽബിൻ മാത്യു, അബിൻ ശരത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശുചിത്വ പദവി നേടിയ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമമായി പ്രഖ്യാപിക്കുന്നു. ഇതിനായി 100 ദിവസം കൊണ്ട് 23 വാർഡുകൾ സമ്പൂർണ്ണ ശുചിത്വ വാർഡുകളായി മാറ്റുന്നതിനുള്ള മിഷൻ 100 എന്ന പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഭാഗമായി വണ്ടിപ്പെരിയാർ വള്ളക്കടവ് വാർഡിൽ വിളിച്ചു ചേർത്ത ക്ലസ്റ്റർ യോഗം വള്ളക്കടവ് ETC ഹാളിൽ ചേർന്നു. വാർഡ് മെമ്പർ ഷീല കുളത്തിങ്കൽ അധ്യക്ഷത വഹിച്ച യോഗം അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി SN അജിത് മുഖ്യപ്രഭാഷണം നടത്തി. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ A അജയ് പരിപാടിയിൽ പങ്കെടുത്തു. വാർഡിനെ 5 ക്ലസ്റ്ററുകളായി തിരിച്ച് 25 പേരുള്ള മോണിറ്ററിംഗ് സമിതി രൂപീകരിച്ച ഹരിതകർമ്മസേനയെ ശക്തിപ്പെടുത്താനാണ് തീരുമാനം. 100% യൂസർ ഫീസ് പിരിച്ചെടുത്ത് പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യം വയ്ക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വിശ്വകർമ്മ മഹാരോഷാഗ്നി പദയാത്രയുടെ ഭാഗമായി പീരുമേട് താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പീരുമേട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് TC ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാറി മാറി വരുന്ന സർക്കാരുകൾ വിശ്വകർമ്മ സഭയോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക, വിശ്വകർമ്മരുടെ പെൻഷൻ 3000 രൂപയാക്കുക, വിശ്വകർമ്മജരെ OEC പട്ടികയിൽ ഉൾപ്പെടുത്തുക, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിശ്വകർമ്മജർക്ക് പ്രാതിനിധ്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ മഹാരോഷാഗ്നി പദയാത്ര സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് പീരുമേട് താലൂക്ക് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. യോഗം പീരുമേട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് TC ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. MD അശോകൻ, ജയമോഹൻ A, രൂപേഷ് R, S അഭിലാഷ്, വിനോദ് പ്രദീപ്, സജിമോൻ P, K മധു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. റൂട്ട് ആൻഡ് ഷൂട്ട് അഗ്രി സൊല്യൂഷൻസ് എന്ന പേരിൽ പുതിയ സ്ഥാപനം കട്ടപ്പനയിൽ പ്രവർത്തനം ആരംഭിച്ചു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ജോബി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന മാറി വരുന്ന കട്ടപ്പനയ്ക്ക് ഒരു പുതിയൊരു മുഖച്ഛായ എന്ന നിലയിൽ ഇവിടെ കാർഷിക മേഖലയായ കട്ടപ്പനയ്ക്ക് വളങ്ങളും കീടനാശിനി നൽകുന്ന ഈ ഒരു പുതിയ സ്ഥാപനം ഇവിടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകുന്ന ഒരു സ്ഥാപനമായി മാറട്ടെ. കാരണം കട്ടപ്പന എന്ന് പറഞ്ഞ ഒരു മേഖലയിൽ കൂടുതലും ഇപ്പോൾ കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ജനങ്ങളാണ്. പ്രത്യേകിച്ച് ഏലം, കുരുമുളക് എന്ന ഈ ഒരു കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഇവർക്ക് എല്ലാവിധ ആൾക്കാരെ സഹായിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സംരംഭമായി തീരുവാനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടായി ഇത് കൂടുതൽ വിപുലമായി തീരുവാനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കട്ടപ്പന പാറക്കടവിൽ NSS ബിൽഡിംഗ്സിലാണ് റൂട്ട് ആൻഡ് ഷൂട്ട് അഗ്രി സൊല്യൂഷൻസ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. ലാഭത്തെക്കാളുപരി കാർഷിക അഭിവൃദ്ധിക്ക് ഊന്നൽ കൊടുക്കുക എന്നതാണ് കർഷകരുടെ സംരംഭമായ ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യം. പെസ്റ്റിസൈഡ്സ് വിഭാഗത്തിന്റെ ഉദ്ഘാടനം കട്ടപ്പന നഗരസഭാ കൌൺസിലർ ജോയി ആനിത്തോട്ടം നിർവഹിച്ചു. കട്ടപ്പനയിലേക്ക് കൂടുതലായിട്ടുള്ള ആൾക്കാർ വന്നെത്തുന്നു. കട്ടപ്പനയിൽ ഇതിനെല്ലാമുള്ള ഒരു ഇടമുണ്ട് എന്ന ജനത്തിന്റെ ഒരു തിരിച്ചറിവിലൂടെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കട്ടപ്പനയിൽ വരുന്നത്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായി വരുന്ന ജനങ്ങൾക്ക്, കൃഷിക്കാർക്ക് മെച്ചപ്പെട്ട സേവനം ചെയ്തു കൊടുക്കുവാനായിട്ട് സാധിക്കുന്ന തരത്തിലേക്ക് നമുക്ക് പോകണം. വണ്ടൻമേട് സെന്റ് ആന്റണീസ് ദേവാലയ വികാരി ഫാദർ വർഗീസ് കാക്കലിൽ ആദ്യ വിൽപ്പന നടത്തി. അനിൽ തറന്നിലം ആദ്യ വിൽപ്പന സ്വീകരിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK തോമസ്, കട്ടപ്പന കൃഷി ഓഫീസർ അനിരൂപ് MJ, CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി, കേരള കോൺഗ്രസ് M ജില്ലാ സെക്രട്ടറി മനോജ് M തോമസ്, മർച്ചന്റ്സ് അസോസിയേഷൻ ട്രഷറർ സാജൻ ജോർജ്, NSS കരയോഗം പ്രസിഡന്റ് KV വിശ്വനാഥൻ, റൂട്ട് ആൻഡ് ഷൂട്ട് മാനേജിംഗ് ഡയറക്ടർ ബാബു മുക്കാട്ട്, മാനേജിംഗ് പാർട്ണർമാരായ ഷാജി പാലത്തിനാൽ, ജോർജി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. നൂതന കൃഷിരീതികൾക്ക് ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും, കൃഷി വിദഗ്ധരുടെ സേവനങ്ങളും, കൃഷിയിടങ്ങളിലെ മണ്ണിനെ സംബന്ധിച്ചുള്ള എല്ലാവിധ പരിശോധനകളും റൂട്ട് ആൻഡ് ഷൂട്ട് അഗ്രി സൊല്യൂഷൻസിൽ നിന്നും ലഭ്യമാണ്.
പുളിയന്മല ക്രൈസ്റ്റ് കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾ കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ വെച്ച് നടന്ന ബഡ്ജറ്റ് പ്രസന്റേഷനിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കി. 2ാം വർഷ ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥിനിയായ ഡോൺ സാറ ബേബി, BA എക്കണോമിക്സ് വിഭാഗം വിദ്യാർത്ഥിനിയായ അലീന ജെയിംസ് എന്നിവരാണ് സമ്മാനത്തിന് അർഹരായത്. വിജയികളായ വിദ്യാർത്ഥിനികളെ കോളേജ് പ്രിൻസിപ്പൽ റെവറൻഡ് ഡോക്ടർ അലക്സ് ലൂയിസ് CMI, വൈസ് പ്രിൻസിപ്പൽ ഫാദർ സന്തോഷ് ചെമ്പകത്തുങ്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's Jewelry, കോട്ടയം കട. വേരുകൾ കൊണ്ട് മിഴിവുറ്റ ശില്പം തീർത്ത് ശ്രദ്ധേയനാവുകയാണ് കീരിത്തോട് സ്വദേശി ചന്ദ്രൻ കൃഷ്ണൻ എന്ന വയോധികൻ. മരപ്പണിയിൽ വൈദഗ്ധ്യമുള്ള ചന്ദ്രൻ കൃഷിപ്പണികൾക്കിടയിലെ ഒഴിവുവേളകളിലാണ് ശില്പനിർമ്മാണത്തിന് സമയം കണ്ടെത്തുന്നത്. ഇടുക്കിയിലെ കാർഷിക കുടിയേറ്റത്തിന്റെ പേരിൽ പ്രസിദ്ധമായ കീരിത്തോട് ഗ്രാമമാണ് കൃഷിപ്പണിക്കാരനായ ചന്ദ്രൻ കൃഷ്ണന്റെ വാസസ്ഥലം. കാർഷിക ജോലികൾക്ക് ശേഷം കിട്ടുന്ന ഒഴിവു സമയങ്ങളിൽ ചന്ദ്രൻ കൃഷ്ണൻ മനോഹരമായ ശില്പങ്ങൾ നിർമ്മിക്കും. മരങ്ങളുടെ വേരുകളാണ് മിക്കവാറും ശില്പനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. ഫൈബറും മറ്റു വസ്തുക്കളും ഉപയോഗിച്ചുള്ള ശില്പങ്ങളും ചിത്രങ്ങളുമെല്ലാമാണ് പുതിയ കാലത്തെങ്കിലും പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന ശില്പങ്ങൾക്കും പ്രതിമകൾക്കുമെല്ലാം വലിയ സ്വീകാര്യതയാണെന്ന് ചന്ദ്രൻ കൃഷ്ണൻ പറയുന്നു. അതുകൊണ്ട് തന്നെ മരത്തിന്റെ വേരുകളിൽ നിർമ്മിക്കുന്ന ശില്പങ്ങളും ചിത്രങ്ങളും ഏറെക്കാലം നിലനിൽക്കുമെന്നും വരും തലമുറയ്ക്ക് കാണാൻ കഴിയും വിധം സൂക്ഷിച്ചു വെക്കാനാകുമെന്നുമാണ് കുടിയേറ്റ ഗ്രാമത്തിലെ ഈ കലാകാരൻ പറയുന്നത്. 5-6 മാസത്തെ സമയമെടുത്തു. ഇത് നേരത്തെ ഒരു വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ മനസ്സിലിങ്ങനെ താല്പര്യം ഉണ്ടായിരുന്ന കാരണം ഇതിന് കിട്ടിയ സാധനങ്ങൾ, മരങ്ങളൊക്കെ കിട്ടിയ വേരുകളെല്ലാം നേരത്തെ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഹിമാലയ മലനിരകൾക്ക് സമീപം കണ്ടുവരുന്ന സ്കോറിയോസിസ് എന്ന വൃക്ഷത്തിന്റെ രൂപമാണ് ഇപ്പോൾ ഇദ്ദേഹം നിർമ്മിക്കുന്നത്. 3 അടി വിസ്തീർണവും 6 അടി ഉയരവുമുണ്ട് ശില്പത്തിന്. പല വേരുകൾ ചേർത്തൊരു പുതിയ രൂപമെന്നതാണ് ആശയം. ഇയൽവക ഇനത്തിൽപ്പെട്ട വൃക്ഷങ്ങളുടെ വേരുകളാണ് ശില്പനിർമ്മാണത്തിന് കൂടുതലായി ഉപയോഗിച്ചു വരുന്നത്. 6 മാസങ്ങൾ നീണ്ട ശില്പനിർമ്മാണം അവസാന ഘട്ടത്തിലാണിപ്പോൾ. നിരവധി പേരെത്തി ശില്പം കാണുകയും വില പറയുകയും ചെയ്തെങ്കിലും വിൽക്കാൻ തയ്യാറല്ലെന്നാണ് ചന്ദ്രൻ പറയുന്നത്. ഇത് പൂർത്തിയായാൽ ഉടനെ മറ്റൊരു ശില്പം കൂടി ചന്ദ്രൻ കൃഷ്ണൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ പേര് വ്യക്തമാക്കാൻ ഇദ്ദേഹം തയ്യാറായിട്ടില്ല. കരകൗശല നിർമ്മാണ മേഖലയിലെ സംഘടനകളോ ബന്ധപ്പെട്ട അധികൃതരോ ശ്രദ്ധ ചെലുത്തിയാൽ ചന്ദ്രൻ കൃഷ്ണനെ പോലെ അധികമാരും അറിയപ്പെടാത്ത നിരവധി കലാകാരന്മാർക്ക് ശില്പനിർമ്മാണം അവരവരുടെ ഉപജീവന മാർഗം കൂടിയാക്കാൻ കഴിയും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's Jewelry, കോട്ടയം കട. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's Jewelry, കോട്ടയം കട. പുറ്റടി സ്പൈസസ് പാർക്കിൽ നടന്ന വണ്ടൻമേട് മാസ് എന്റർപ്രൈസസ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 287, വിൽപ്പനയ്ക്ക് വന്നത് 69,247, വിൽപ്പന നടന്നത് 65,408, കൂടി വില 2,215, ശരാശരി വില 1,358. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 330 രൂപ, ഏലം കൂടിയ വില 1,400, ഏലം ശരാശരി വില 1,250, കാപ്പിപ്പരിപ്പ് 105, ഗ്രാമ്പു 480, കൊക്കോ 45, റബ്ബർ 150. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 4,305 രൂപ, വെള്ളി 67. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. 69 years of service. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈനിങ്ങിന്റെ പ്രൗഢി ഗായത്രി ഡിസൈൻസ്. Ladies wear, gents wear and kids wear in all categories. Gayatri Designs Wedding Center, Kattapana, Thodupuzha. ഇടുക്കിയിൽ 2 സീറ്റുകളിൽ വീതം CPM-ഉം കേരള കോൺഗ്രസും മത്സരിക്കാൻ ധാരണ. പീരുമേട് CPI-ക്ക് തന്നെ. ഉടുമ്പൻചോലയിൽ MM മണി വീണ്ടും മത്സരിക്കും.
രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ധനവിലയിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതിയുടെ വാഹന പണിമുടക്ക് നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയുള്ള പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് BMS ഒഴികെ എല്ലാ ട്രേഡ് യൂണിയനുകളും ചേർന്ന്. സംസ്ഥാനത്ത് 60 വയസ്സ് കഴിഞ്ഞവർക്ക് കോവിഡ് വാക്സിൻ നൽകുന്നതിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. സംസ്ഥാനത്തെ വിവിധ സർക്കാർ ആശുപത്രികൾക്ക് പുറമെ തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും വാക്സിൻ എടുക്കാൻ സൗകര്യം. ജില്ലയിൽ 35 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. പുലിഭീതിയിൽ അയ്യപ്പൻകോവിൽ മേരികുളം ഡോർലാൻഡ് നിവാസികൾ. കഴിഞ്ഞ ദിവസം രാത്രിയിലും ഈ മേഖലയിൽ പുലി ഇറങ്ങി. പ്രദേശത്ത് ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.